ഹലോ, ഇതളുകൾ എന്ന നമ്മുടെ ഈ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ ആയി കേട്ടോ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ ഓരോ തിരക്കുകൾ കാരണം ഒന്നിനും പറ്റിയില്ല. അപ്പം ഇന്നാണെങ്കിൽ ഒരു മടി പിടിച്ചൊരു സൺഡേ മോർണിംഗ് ആയിരുന്നു. കാര്യമായിട്ട് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പക്ഷെ ജോലിയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. എന്നാലും ഇന്ന് ഭയങ്കര ഒരു മടി. അപ്പൊ ഇന്ന് വെറുതെ ഒരു വീഡിയോ ഒന്ന് എടുത്തേക്കാന്ന് തോന്നി. അപ്പം ഇന്ന് സൺഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. ഉപ്പുമാവാണ്. സാധാരണ ഉപ്പുമാവിൽ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ ഇടാറാണ് പതിവ്. ഇന്ന് വെജിറ്റബിൾസ് ഒന്നും തന്നെ ഇല്ല കേട്ടോ. 2 days ആയിട്ട് ഞാൻ അമ്മയുടെ വീട്ടിലായിരുന്നു. അപ്പം ഇന്നലെ രാത്രിയിൽ ഞാൻ എത്തിയതേ ഉള്ളൂ. അപ്പം ഇന്ന് പോയിട്ട് വേണം എല്ലാം വാങ്ങിക്കാനായിട്ട്. അതുകൊണ്ട് ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉപ്പുമാവും, ഉള്ളി മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഉള്ളിയും മുളകും മാത്രം ഇട്ടിട്ടുള്ള ഒരു ഉപ്പുമാവും പിന്നെ പഴവും കൂടെ കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിവിടെ രാവിലെ 9 മണിയായിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഭയങ്കര വെയിലാണ്. വെയിലും നല്ല ചൂടും ഉണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ പുറത്തിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. പുറത്തൊന്നും ഇരിക്കാൻ വയ്യാത്ത അത്രയും ചൂടാണ്. മുകളിൽ ഷീറ്റും എല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നല്ല ചൂടാട്ടോ ഇവിടെ ഇരിക്കാനായിട്ട്. പിന്നെ എല്ലാവരുടെയും സൺഡേ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അടിച്ചു പൊളിച്ചോ? പിന്നെ നാളെ കുട്ടികളുടെയൊക്കെ വെക്കേഷൻ തീരുവാണല്ലേ. അപ്പം നാളെ തൊട്ട് വീണ്ടും സ്കൂളിൽ പോയി തുടങ്ങുവാണെന്ന് തോന്നുന്നു. അപ്പം ഇവിടുത്തെ ആളും നാളെ തൊട്ട് സ്കൂളിൽ പോയി തുടങ്ങുവാണ്. ഇന്നിപ്പോൾ രാവിലെ ഇല്ല കേട്ടോ, അവൻ പാട്ട് ക്ലാസ്സിന് പോയിക്കുക. പിന്നെ ഞങ്ങളുടെ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചായ കുടിക്കത്തില്ല കേട്ടോ. രാവിലെ എണീറ്റ ഉടനെ ചായ ഉണ്ടാക്കി കുടിക്കും. പിന്നെ വൈകിട്ട് ഒരെണ്ണം, അതാണ് ഇവിടുത്തെ പതിവ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ മിക്കവാറും വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ കുക്കീസാണ് കേട്ടോ. ചോക്ലേറ്റ്സും നട്ട്സും ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുക്കിയാണ് ഉണ്ടാക്കിയത്. അപ്പം ഇന്നലെ അമ്മയുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇന്ന് കൊണ്ടുവന്നതാണ്. ഇത് നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറയണേ, ഞാൻ ഉണ്ടാക്കി തരാം. അപ്പം ഇതാണ് നമ്മുടെ ഒരു കൊച്ചു സൺഡേ മോർണിംഗിലെ വിശേഷം. ഈ കുക്കീസ് ഉണ്ടോ? നല്ല രസമില്ലേ കാണാനായിട്ട്? എൻ്റെ കയ്യിലെ നെയിൽ പോളിഷ് നോക്കണ്ട കേട്ടോ. അത് ഇന്നലെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് കസിൻ്റെ മോളിട്ട് വന്ന കേട്ടോ. അപ്പം അവർക്കൊക്കെ കുക്കീസ് വേണം വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ ഞാൻ ഇന്നലെ കുറച്ചധികം കുക്കീസ് ഉണ്ടാക്കി. അപ്പം അത് അവർക്കും കൊടുത്തിട്ട് ബാക്കി ഇവിടത്തേക്കും കൊണ്ടുവന്നതാണ്. അപ്പം ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് അതൊന്ന് കഴിക്കാനായിട്ടൊരു ചെറിയൊരു മോഹം. അങ്ങനെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചു. കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. ഒന്നിലൊന്നും നിർത്താൻ പറ്റില്ല. എന്തായാലും ഞാൻ ഒരെണ്ണേ കഴിക്കുന്നുള്ളൂ. അപ്പം ഇനി വേണം നമ്മുടെ ഇന്നത്തെ മോർണിംഗിനെ കാര്യങ്ങളെല്ലാം തുടങ്ങാനായിട്ട്. ഇനി ഈ ചെടിക്ക് വെള്ളം ഒഴിക്കണം, പിന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം ഉച്ചക്കത്തേക്കുള്ള. ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. എന്തെങ്കിലും ചെറിയ തട്ടിക്കൂട്ട് കറികളൊക്കെ ഉണ്ടാക്കി ഇന്ന് കഴിയാനാണ് താല്പര്യം. കാരണം വൈകിട്ട് ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോസ് ഇടാട്ടോ. എല്ലാവരും കാണണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളുടെ കൊച്ചു ചാനലിനെ ഒന്ന് വിജയിപ്പിച്ച് തരാം കേട്ടോ. പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വന്നപ്പോഴേട്ടോ ഒരു കാര്യം ശ്രദ്ധിച്ചത്, നമ്മുടെ ഇവിടെ ഒരു ലക്കി ബാമ്പുൻ്റെ ഇല വെച്ചിട്ടുണ്ട്, ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ യെല്ലോ കളറായിട്ട് പോയി. എന്താണെന്നറിയില്ല. നമ്മളില്ലാതിരുന്ന 2 ദിവസം വെള്ളം ഒഴിക്കാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളം കൂടിപ്പോയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അതെൻ്റെ ഇല കണ്ടോ യെല്ലോ ഷെയ്ഡായിപ്പോയി. അത് ഈ ചെടിച്ചട്ടിയിലാണെങ്കിൽ അടിയിൽ ഹോളില്ല. നല്ല ക്യൂട്ട് ചെടിച്ചട്ടി കണ്ടിട്ടാണ് മേടിച്ചതാണ്, പക്ഷെ അടിയിൽ ഹോളില്ല കേട്ടോ. അപ്പം അത് വെള്ളം കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ അത് അതിൽ തന്നെ ഇങ്ങനെ കെട്ടി നിൽക്കും. അപ്പം അതുകൊണ്ടായിരിക്കും. അപ്പം ഇന്ന് അതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. അതിൻ്റെ അടിയിലൊരു ഹോൾ ഇടുവോ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാവിലെ നല്ല ചൂടും വെയിലുമാണെന്ന്. അപ്പം നമ്മുടെ ആകാശത്തിൻ്റെ കാഴ്ചയാണ് കേട്ടോ. നല്ല വെയിലുണ്ട്, എന്നാലും നല്ല തെളിഞ്ഞ് നല്ല നല്ല ബ്ലൂ സ്കൈ, നല്ല പ്രസന്നമായിട്ടുള്ള ഒരു ആകാശം. അപ്പം നല്ലൊരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു ക്ലൈമറ്റുമാണ്. അപ്പം എൻ്റെ കത്തി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഹാപ്പി സൺഡേ.